ഹലോ എവ്രിവൺ, വെൽക്കം ടു അവന്യാസ് വേൾഡ്. അവന്യാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈസ്റ്ററൊക്കെ വരുവാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈസ്റ്ററിന് പറ്റിയ ഒരു നല്ല ഡിഷ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് പോയപ്പോൾ അവിടെ അമ്മ ബീഫ് എന്താലു എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ടാക്കി. എപ്പോഴും നമ്മളുടെയൊക്കെ ഈ എറണാകുളം സൈഡിലൊക്കെ മെയിൻ ഏത് ഫങ്ഷൻസിനും ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ബീഫ് വെന്താലു. അമ്മയാണെങ്കിൽ അതിൽ എക്സ്പേർട്ടാണ്. നല്ല രീതിയിൽ അമ്മ അത് ഉണ്ടാക്കും. അമ്മയുടെ ആ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അമ്മയുടെ ആ സ്പെഷ്യൽ ബീഫ് വെന്താലു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. 2 സ്പൂൺ കടുകുപരിപ്പ്, ഓക്കെ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇത് അരക്കാൻ മാത്രമാണ്, ഇനി വേറെ ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി, വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കണം. ഇത്തിരി ചൊറുക്ക വെള്ളം. ഓക്കെ, ഇത്ര എടുത്തിട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇത്ര മതിയമ്മ. ഓക്കെ, നമ്മളപ്പോൾ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ നേരത്തെ കരള് കറി വെള്ളം വെച്ചാൽ വെച്ചേക്കണം അല്ലേ? ബാക്കി മുളക് പൊടി വേറെ കുതിർത്തണം. 1 2 3 4. ഇത്രയും നമ്മൾ ഇനി ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അല്ലേ കുതിർത്തി വെക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഈ ചട്ടി ചൂടാം. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണമെന്നോ നമ്മ? ഇത്ര മതിയില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാവണം. മതി. ഓക്കെ, ഇനി ഇതുപോലെ നന്നായിട്ട് കുഴമ്പ്. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാള അതമ്മ പറഞ്ഞതല്ലേ. ആദ്യം അത് ചെറുതായിട്ട് ചൂടായിട്ട് ഒരു കൈ എടുത്തു ഞാൻ. രണ്ടാമത്തെ ഹാൻഡ്ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു. പിന്നെ ഇത്തിരി കൂടി മതി. ഇത്ര കൂടി. ഇനി പച്ചമുളക് എടുത്ത് വെച്ചത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വലുപ്പത്തിൽ, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ അത് മുഴുവൻ ഇതിലേക്ക് നമ്മൾ ചേർക്കുക. ദെൻ അതിലേക്ക് കുറച്ച് വേപ്പിലൂടെ നല്ല ഭംഗിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്. ഇത്രയും ഇച്ചിരി കൂടി വേണം. മതി ഇട്ടോ, ചൊറക്കൊഴിക്കാനുള്ളതല്ലേ. ഇനി വേണോ? മതി. 2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മളിട്ടു. നമ്മൾ ശരിക്കും ഈ സ്ലൈസിന് ഉണ്ടാക്കാനുള്ള ഇറച്ചി നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണല്ലേ. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കാണിച്ചത്. കണ്ടോ? ഒരു കഷ്ണം എടുത്ത് കാണിക്ക്.
ഇങ്ങനത്തെ ഇതാണ് സ്ലൈസിങ്. 75 കഷ്ണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ക്രിസ്മസിന് ഇപ്പൊ നമ്മള് 75 കഷ്ണമായിട്ടാണ് വാങ്ങിച്ചത്. അത് എത്ര കിലോന്നും പറയാൻ എനിക്കറിയില്ല. 2.5 കിലോത്തോളം ഉണ്ടാവും. എത്ര? 2.5 കിലോത്തോളം ഉണ്ടാവും. 2.5 കിലോത്തോളം. ഇനി ഈ നമ്മളിപ്പോ മിക്സിയില് നേരത്തെ മിക്സ് പറഞ്ഞില്ലായിരുന്നോ, അത് ഇതുമായിട്ട് നമ്മള് ഈ മുളക് പൊടി ഇട്ടതായിട്ട് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താണ്. മിക്സ് ആക്കി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി വെച്ചു. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനാണ് വേണം. ഇനി നമ്മള് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴല്ലേ നമ്മൾ മിക്സ് ചെയ്യുള്ളൂ. നല്ലോണം ഇതാട്ടെ. എണ്ണ തിരിഞ്ഞു വരണം അല്ലേ? എണ്ണയല്ല, വഴണ്ട് ബ്രൗൺ കളർ വരും. അമ്മേനെന്താ ഇനി അത് അതിനകത്ത് ഇട്ടേച്ച് നല്ലോണം ഇളക്കി മൊരിയണം. ഈ മിക്സ് എടുത്ത് അരപ്പ് കുത്തു മാറണം, പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കണം. പ്രോ ആയിട്ടാ ചിലര് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അമ്മാമ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര സൈലന്റ് ആയിരുന്നു. ആവശ്യത്തിന് മതി. ഇപ്പൊ മുരിയാറായപ്പോ എന്നെ വിളിച്ചിട്ടൊക്കെയാണ് പറയണത്. പിന്നെ പറയണ്ടേ. കുക്കിങ്ങിന്റെ നല്ല കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അതില് കുറച്ച് വെള്ളം മൊരിയട്ടെ. നന്നായിട്ട് മുരിഞ്ഞ് എണ്ണ തെളിയണം അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കയ്യും പൊള്ളിച്ചിട്ടുണ്ട്. പറയേണ്ട ആവശ്യമില്ല, ഞാൻ കട്ട് ചെയ്ത് കളയും. കൂടെ അങ്ങോട്ട് കണ്ടോണം പാടട്ടെ. അപ്പൊ അതേ നമ്മള് ഇതിലേക്ക് ഇറച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇളക്കുന്നത് എൽസിയാണോ? ചൊർക്കൊഴിക്കും. ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ചൊർക്കൊഴിക്കും. ചൊർക്ക ചൊറുക്ക് ഒഴിക്കണം. അമ്മ എന്തോരം വേണം? കുറച്ചൊഴിക്ക്. കൂട്ടിയ വെള്ളം കൂട്ടിയതല്ലേ, ഇത്തിരി കൂടി ഒഴിച്ചോ. മതി. ഞാൻ കഴുകിയ വെള്ളം ഒഴിച്ചു തരും. എന്നിട്ട് ഉപ്പിട്, ഇത്തിരി ഉപ്പിട്. അരക്കിന്റെ വെള്ളം കൂടി ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പൊ എന്തോരം വേണം? അത്രയും ഇട്ടാൽ മതി. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. നല്ലോണം ഇളക്കുക. നല്ലോണം അടിമുട്ടി ഇളക്കണം, അല്ലെങ്കിൽ അരപ്പ് കരിഞ്ഞു പിടിക്കും. ഇതിന് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇറച്ചിയുടെ വെള്ളം ഇറങ്ങും. അതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നമ്മള് നന്നായിട്ട് ഇനി അത് മൂടി വയ്ക്കും. അടി പിടിക്കാതെ അമ്മ പറഞ്ഞു ഫുള്ള് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിനി ഇത് മൂടി വയ്ക്കാമോ? നമ്മ ഇതിങ്ങനെ വയ്ക്കാവോ? കയ്യിൽ വേറൊരു പാത്രം അതിനകത്ത് വെച്ചോ. നന്നായിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം. അതിനി വേകട്ടെ. വേകട്ടെ. ഇനി ഒരു 1.5 മണിക്കൂർ വേവും. ഇതാ അങ്ങനെ നമ്മുടെ സ്ലൈസ് റെഡിയായി. 1.5 മണിക്കൂറിന് മേലെ ഇങ്ങനെ ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ വറ്റിയത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷ് സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസ്റ്ററിന്. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻസും ഒക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക.